ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു. നമസ്കാരവും ഫ്രഷാവലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് എന്നത്തെയും പോലെ നമ്മൾ നടക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ രാവിലത്തെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. നടക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞതിന് കാരണം റഫീഖക്ക് നടുവേദനയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളല്ലേ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്ന് പതിവിലും നേരത്തെ തന്നെ നമുക്ക് പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. കാര്യം അല്ലെങ്കിൽ നമ്മൾ നടന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാനാവുമല്ലോ. ഇന്നിപ്പോൾ എൻ്റെ ഫ്രഷാലൊക്കെ കഴിഞ്ഞിട്ടും സമയം 6 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്, എന്നാൽ നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടോ. ഞാൻ രാവിലെ ചെയ്യുന്ന ഏത് പണിയായാലും അത് വേഗം തന്നെ എന്തെങ്കിലും ഒരു സെറ്റ് പണി അത് വേഗം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഒന്നുകിൽ ഞാനത് ക്ലീനിങ് ആയിരിക്കും, അതായത് വീടൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് വീടൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി ഒന്ന് അടിച്ചു വാരിയിടുന്നത് അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ മുറ്റായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഘട്ടം അങ്ങ് തീരുമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ആ വെറുതെ ഇരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു മടി പിടിക്കുന്ന ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. നമ്മൾ പണിയൊന്ന് നമുക്ക് മൂവ് ആകാനും ഒന്ന് സ്റ്റാർട്ടാവാനും നല്ല ഉഷാറോട് കൂടി പണി തുടങ്ങാനും പറ്റും കേട്ടോ. നമ്മൾ അല്ലാണ്ട് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഫീൽ കിട്ടില്ല, ഒരു ഉന്മേഷം കിട്ടില്ല, നല്ല ഉഷാറായിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പണി നല്ല ഉഷാറോട് കൂടി രാവിലെ അങ്ങ് തുടങ്ങും കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ അങ്ങ് നടന്നോളും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണെന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, ഒരു 2 വലിയ സവാള, അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ വേണമെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വലിയ ജീരകം വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വന്നപ്പോൾ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളെ സവാളയില്ലേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യണം കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കരുത്. ഇപ്പോൾ സവാള വഴന്ന് വരുന്ന വരെ നമുക്ക് ടൈമുണ്ട്. ആ ഒരു സമയം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കിച്ചണിൽ നിൽക്കുന്ന ഒരു അരമണിക്കൂറായാലും 1 മണിക്കൂറായാലും നമ്മളെ എല്ലാ പണികളും തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സവാള അവിടെ വഴന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പത്തിരിക്കുള്ള മാവ് അങ്ങ് കുഴച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് ഒറോട്ടിപ്പൊടിയില്ലേ അതാണ് കേട്ടോ, അതായത് ചോറിൻ്റെ പൊടി നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കില്ലേ അതാണ് എടുത്തിട്ടത്. ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് ഒരു സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. മീൻ പത്തിരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അയല വെച്ചിട്ടുള്ള പത്തിരിയാണ്. നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് വേണമെങ്കിൽ മാവിന് പത്തിരിക്ക് പകരം നിങ്ങൾക്ക് നമ്മൾ ചോറരിയില്ലേ, ചോറരി തിളച്ച വെള്ളത്തിൽ രാത്രി കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ട് രാവിലെ മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കൂലേ ആ രീതിയിൽ ആക്കിയെടുക്കുക. ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കൂലേ, ചെറിയൊരു എന്താ പറയുക ലൂസിൽ, അധികം ലൂസല്ല എന്നാലും ഒരു കുറുകിയ ലൂസിലാക്കി എടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഈ മാവ് പോലെ നമുക്ക് അടുപ്പിലാക്കി കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം രാത്രി അരച്ച് തുണിയിലോ എന്തിലെങ്കിലും കെട്ടി വെച്ചിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിരിപ്പൊടി, നമ്മളെ പച്ചരിപ്പൊടി, അത് നമ്മൾ സാധാരണ ഐസ്പത്തിരിക്ക് വാട്ടുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്താലും മതി കേട്ടോ. കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വാട്ടിയെടുത്താൽ മതി, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റുള്ള പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്തോ.
ഇനിയിപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് വന്ന സവാളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മീഡിയം സൈസ് അയല എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ അയലയൊന്നുമല്ല, ഇപ്പം കിട്ടുന്നൊരു അയലയില്ലേ, ഭയങ്കര വലിയ അയലയല്ലല്ലോ, ഒരു മീഡിയം സൈസ്. എന്നാൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുകയല്ല, വേവിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2-3 മിനിറ്റൊക്കെ മതിയാവും ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന ആ ഒരു ടൈം. എന്നിട്ട് അതിൽ നിന്ന് മുള്ള് ഒഴിവാക്കി മാംസം മാത്രം ഒന്ന് പിച്ചി എടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അത്രയും മതി കേട്ടോ. അത് നമ്മളെ മീനിൻ്റെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർക്കാതിരുന്നതാണ്. ചേർത്താലും നല്ലതാണ്, ചേർത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു ഫ്ലേവറിന്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് തന്നെയാണ് ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. വേറെ മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇനി നമുക്ക് പത്തിരി മാവൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഇല്ലാത്തവർ അലുമിനിയം ഫോയിലില്ലേ, അതെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ വാഴയിലൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ മാവ് ഒഴിച്ച് ചെയ്യൂലേ, ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതായത് ഈ ചോറിരിയും പച്ചരിയും പകുതി എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. ചോറരി തിളച്ച വെള്ളത്തിലും പച്ചരി തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ആ മാവ് ഒഴിക്കൂലേ, അങ്ങനെ ഒഴിച്ചിട്ടും ഈ മസാല ചേർത്ത് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അങ്ങനെ ചെറുപ്പത്തിരി എന്നുള്ള പേരിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് റെസിപ്പി. വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിൽ നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ മാവ് ഉപ്പ് ചേർത്തെടുത്ത മാവ് കുറച്ച് വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ട് 2 പത്തിരി ഉണ്ടാക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് മസാല ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പല രീതിയിലും പല മസാലയിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള, നമുക്കിവിടെ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മസാല ഇതാണ് കേട്ടോ. പല രീതിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മസാല എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. നമ്മളിപ്പോൾ പത്തിരിയും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈമേ നമുക്കിതിനും അത്രയും ടൈം വരുന്നില്ല. കാര്യം എളുപ്പം ആ ഒരു മസാല ആക്കി കഴിഞ്ഞാൽ പിന്നെ പത്തിരി കുഴച്ച് വെക്കുന്നു എല്ലാം എളുപ്പമുള്ള കാര്യമല്ലേ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഒരു പത്തിരിയിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മസാല എത്രയാണോ അത്രയും നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തി അത് തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ, വീഡിയോ ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് ഒട്ടിക്കുന്ന ആ ഒരു നന്നായിട്ടുള്ള അറ്റത്ത് മാത്രം കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മാവിലും ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പത്തിരിപ്പൊടിയില്ലേ, നമ്മളെ പച്ചരീൻ്റെ പൊടി, പത്തിരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ കുറച്ചുകൂടെ ഒന്ന് ഒരു അളവിൽ ഒരു സോഫ്റ്റായിട്ട് വാട്ടിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള മീൻ പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. പിന്നെ ഇപ്പോഴൊക്കെ എന്താ പറയുക, അജ്മീൻ്റെ ഒറോട്ടിപ്പൊടി, പത്തൽപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആവും. പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി ആ ഒരു പൊടി. ഈ ഒരു പത്തലിൻ്റെ പൊടി നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. റമദാനിന് എന്തോ റെഡിയാക്കുന്ന അതിലാണ് നമ്മൾ കാണിച്ചത്. ഒറോട്ടിപ്പൊടി അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഒരു പത്തിരി മറ്റേതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അറ്റം ഇങ്ങനെ കൈകൊണ്ട്, ഭയങ്കര സോഫ്റ്റാണ് നമ്മളെ മാവ്, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ടി വരും കേട്ടോ. അതിലൂടെ ഇങ്ങനെ മസാല ലീക്കായിട്ടൊന്നും വരില്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെ അത് വെന്ത് വരുമ്പോൾ അത് സെറ്റായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ എല്ലാ പത്തിരിയും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആവി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആവി തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ പത്തിരിയും വെച്ചിട്ട് ഒരു
ഹൈ ഫ്ലെയിമിലൊരു ഒരു 3-4 മിനിറ്റ് വെച്ച് 2-3 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം മാക്സിമം ഒരു 10-15 മിനിറ്റ് കേട്ടോ, അതിനുള്ളിൽ തന്നെ നമുക്ക് ആയി കിട്ടും. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ഞാൻ ഒരെണ്ണം താഴെ വെച്ച് കൊടുത്തു, ഒരെണ്ണം ഇനി ഇതിൻ്റെ ഇതിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാര്യം ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കുന്നതിനേക്കാളും ഇങ്ങനെ 2 ഇതായിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെയൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതാ അടുത്തതും ഞാനിവിടെ നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടേ. പിന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ വീഡിയോ മിസ്സാകുന്നുണ്ട്, എനിക്കറിയാം. കാര്യം ഞാൻ പറഞ്ഞില്ല റഫീഖൊക്കെ നടുവേദനയാണ്, അപ്പം നല്ല നടുവേദന ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മിസ്സാകുന്നുണ്ട്. വീഡിയോ എടുക്കാനും നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ട് കറക്റ്റ് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. കുഴപ്പമില്ല, എന്നാലും നല്ല അത്യാവശ്യം പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ സമയം നമുക്ക് വേണ്ടി വരില്ലേ, നടുവിന് എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കും, അങ്ങനെ കുറേ പിന്നെ വീട്ടിൽ ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും അല്ലേ, ഒന്നിനൊന്നിനും സമയം തികയാത്ത പോലെ തോന്നൂലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ആ ഒരു സമയം അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുക, പിന്നീട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ വേഗം മുറ്റടിക്കൽ അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് വേഗം ഒന്ന് തീർക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ, മഴ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും മഴ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിടുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നന്നായിട്ട് മഴ പെയ്താൽ പിന്നെ ഈ ഇലയൊന്നും അടിച്ചു വാരിയാൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് മുറ്റമൊന്ന് അടിച്ചു തീർക്കുകയാണ്. ഈ ഇൻ്റർലോക്കിൽ മഴ വീണാൽ അങ്ങനെയാണ് കേട്ടോ, കുറ്റി ചൂല് വേണം, അല്ലെങ്കിലും അടിച്ചെടുക്കാൻ ഭയങ്കര പാടാട്ടോ, ഇനി ചെറിയ ചൂലാണെങ്കിൽ കൂടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മുറ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം അകം കൂടെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. മേലെയും താഴെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാനുണ്ട്. പിന്നെ ഇന്ന് താഴത്തെ ഫ്ലോർ എനിക്ക് തുടക്കാനുണ്ട് കേട്ടോ. ടൈം കിട്ടുകയാണെങ്കിൽ താഴത്തെ ഫ്ലോർ തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കറക്റ്റായിട്ടില്ലേ നമ്മുടെ വീട്ടിലെ പണികൾ കറക്റ്റായിട്ട് ഓരോ ദിവസം വിചാരിക്കുന്ന ഓരോ ദിവസം ചെയ്തു പോയാലാണ് നമ്മൾ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കുകയും ചെയ്യും, നമുക്ക് വലിയൊരു ഭാരമായിട്ട് നമുക്ക് ക്ലീനിങ് മാറുകയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ താഴെ ഫ്ലോർ തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ വിചാരിക്കുന്ന കാര്യവും ഇന്നത്തെ ഈ പെൻഡിങ് ആയിട്ടുള്ള കാര്യം കൂടെ രണ്ടായിട്ട് വരുമ്പോൾ എനിക്ക് പണി തീരാത്തൊരു പ്രശ്നം വരും. അല്ല, ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഓരോ ദിവസം കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് വലിയൊരു ഭാരമില്ലാതെ പണികൾ തീർക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതിങ്ങനെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ ചെയ്യാം. വലുതായിട്ടുള്ള കാര്യം അല്ലെങ്കിലും അങ്ങനെ. അപ്പം എനിക്ക് വലിയൊരു ഭാരമായിട്ട് നമ്മുടെ ക്ലീനിങ് മാറാറില്ല കേട്ടോ. എന്നാൽ വീട് ഏകദേശം എല്ലാ ഭാഗവും നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കാറുമില്ല കേട്ടോ ഡെയിലി. എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് മടിയില്ലാതെ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് എന്നും ഒരുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഞാൻ മുറ്റടിച്ചു വാരലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കാസറോളിലേക്ക് മാറ്റട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ കാര്യം കൂടെ നോക്കാനുണ്ട്. ഞാൻ ഇന്നലെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 2 മീനാണ് ഇപ്പോൾ നമ്മൾ പത്തിരിയിലേക്ക് എടുത്തത്. 2 മീൻ എന്ന് പറഞ്ഞാൽ വലിയ മീനൊന്നുമല്ല കേട്ടോ, മീഡിയം സൈസും കൂടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ല ഫ്രഷ് മീനാണ്, അതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ മസാലയ്ക്ക്. നല്ല ഫ്രഷ് മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വലിയ മീനൊന്നും ആവണമെന്നില്ല. വലിയ അയില കിട്ടിയാൽ ഭയങ്കര നല്ല, വലിയ അയിലയും കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷേ ഇപ്പോൾ വരുന്ന ആ ഒരു അയില വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല സീസണായിട്ട് നല്ല അയിലയും കാര്യങ്ങളൊക്കെ അധികം റേറ്റ് ഇല്ലാതെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്, നിങ്ങളും ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ഞാൻ രാത്രിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തേക്കും കൂടെ ഒരു 2 കൂടെ ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയും വേണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടുകയും ചെയ്യും. അപ്പം ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ അങ്ങ് നടന്നു പോകും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ മീനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയില മീൻ തന്നെയാണ്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ
മസാല ഉണ്ടാക്കില്ല, അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കട്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. ചെറിയ ഉള്ളി ഇതാ ഈ ഒരു ബോക്സിൽ ഞാൻ അന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കൂല, അത് നമ്മൾ ഇന്നത്തേക്കുള്ള ഉപ്പേരിക്കുള്ള സംഭവമാണ് കേട്ടോ, നമ്മൾ ബീട്രൂട്ട്. അപ്പം ഇത് എനിക്ക് മീൻ ഒരു ഗ്രേവി, ഒരു വരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വേണം, എന്താ പറയുക, വെളുത്തുള്ളി വേണം, തക്കാളി വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്, തൊലി കളഞ്ഞ് വെച്ചതാണ്. അതിനായിട്ട് ഇനി ഒരു പ്രത്യേക സമയം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് റെഡിയാക്കി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു പ്രിപ്പറേഷൻ അത് നമുക്ക് ഇന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ഉള്ളിയൊന്നും തൊലി കളഞ്ഞിരുന്ന സമയം കളയണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറിയ ഉള്ളിയിൽ എൻ്റെ ഒരു കൈപ്പിടി അത്രയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു ചെറിയ സവാള വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ടൈം ഇല്ലെങ്കിൽ ടേസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല, ഗുണം കൂടുതലാണ്, ടേസ്റ്റ് ഒന്നും കൂടെ കൂടും, അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ ഉള്ളി എടുത്താൽ 2 മീഡിയം സൈസ് തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 5-8 എടുത്താൽ മതി കേട്ടോ, അത്രയും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ കുരുമുളകാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണെങ്കിലും അത് 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവിനാവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക, അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എന്നിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ പൊട്ടിച്ചെടുക്കുക, നമ്മൾ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പുറത്ത് ഞാൻ നമ്മൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഉലുവയൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു അരപ്പില്ലേ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, വല്ലാണ്ട് ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. ഇനി അപ്പുറത്ത് നമ്മൾ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് നമ്മൾ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു, ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ച് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി കൊടുത്ത് നമ്മൾ ഉപ്പേരി റെഡിയാണ്. ഒരു ചെറിയ ഫ്ലെയിമിൽ അവിടെ വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മീൻ കറീൻ്റെ ആ ഒരു അരപ്പില്ല, അത് 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു മസാലക്കുത്തൊക്കെ ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ 2 കഷ്ണം കൊടുമ്പുളി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ആ ഒരു മസാല ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വഴന്ന് വന്നതിന് ശേഷം നിങ്ങൾക്ക് വാളൻ പുളിയില്ല, പിഴിഞ്ഞെടുക്കുന്ന പുളി, അതാണെങ്കിൽ ആ മസാല ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അയല, മത്തി അങ്ങനത്തതൊക്കെ ഈ രീതിയിൽ ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്തെടുക്കുക, പിന്നെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കുക. നമുക്കിപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം, ഒരുപാടല്ല, ആ ഒരു രീതിയിലാട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. ഇനി മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, പുളിയും ഉപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. കുടംപുളിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റില്ലല്ലോ, കറി ആയി വരുന്നതിനനുസരിച്ചല്ല പുളി ഇറങ്ങി വരുള്ളൂ. മറ്റേ പുളിയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടെടുക്കാം. മീനവിടെ വെന്ത് വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ചോറ് ഞാൻ കുക്കറിലാണ് ആക്കുന്നത്. ഒരു വിസിലടിച്ചിട്ട് അവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് എയർ പോകുമ്പോൾ ഒന്ന് വാർത്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലഞ്ചും കൂടെ റെഡിയാക്കി എടുത്തു. ഇനി ഞാൻ എപ്പോഴും പറയലില്ലേ, നമ്മളെ കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ക്ലീനിങ്ങും കൂടെ തീർക്കണമെന്ന്. അതായത് കിച്ചൺ ക്ലീനിങ്ങും കൂടെ അതിൻ്റെ ഇടയിലൂടെ തീർത്താൽ നമുക്ക് വേഗം പണി തീരുന്നതായിട്ട് തോന്നും കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഈ ആവുന്ന പാത്രങ്ങളില്ലേ അതിങ്ങനെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിംഗ് കഴിയുന്ന സമയത്ത് എൻ്റെ സിങ്കിൽ പാത്രം കഴുകാനുണ്ടാവുകയില്ല. പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ചിലപ്പം അതിൻ്റെ ഇടയിലൂടെ കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ അതും കൂടെ അങ്ങ് നടന്നു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിച്ചണിലെ പണികൾ നല്ല ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. വലിയൊരു കുക്കിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ കുക്കിങ്ങിനടുത്ത് സ്പൂണാണെങ്കിലും കരണ്ടിയാണെങ്കിലും അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. ഇടയിലൂടെ നമ്മളിപ്പോൾ സവാള വഴന്ന് വരാൻ വെച്ചു, അതുപോലത്തെ മീനിപ്പോൾ വേവാൻ വേണ്ടി വെച്ചു. ആ ഒരു സമയം തന്നെ നമ്മൾ വേറൊരു പണിയിലേക്ക്, വേറെ നമുക്ക് പുറത്തൊക്കെ പണിയുണ്ടാകും, പക്ഷെ അതിലേക്കൊന്നും പോകരുത്. ഇനിയിപ്പോൾ അതിന് പോവുകയാണെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ പണി കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. എല്ലാത്തിലും കൈയിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് നടന്നാൽ അതും തീരൂല ഇതും തീരൂല, എല്ലാം പകുതിയാക്കി അവിടെ ഒരു പണിയും തീരാതെ കുറേ സമയം നമുക്ക് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യരുത്. എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മളെ പണി ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നമ്മളെ പണികൾ പെട്ടെന്ന് തീരും കേട്ടോ. ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ എൻ്റെ പാത്രം കഴുകാനാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. പാത്രം കഴുകിക്കഴിഞ്ഞാൽ
പിന്നെ കിച്ചണൊന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ കിച്ചണിലെ പണികൾ തീരും. അന്നത്തെ കുക്കിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം. അതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അലക്കാൻ മെഷീനിലിടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇടാം. അതുപോലെ തന്നെ നമുക്ക് കുതിർത്ത് വെക്കാൻ, സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കാനുള്ളത്, കല്ലിൽ അലക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കിങ്ങിലേക്ക് വരിക. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് വേഗം അതങ്ങ് അലക്കിയിട്ടിട്ട് കയറാം. അപ്പം അങ്ങനെ ഓരോന്നും മനസ്സ് കണ്ടിട്ട് ഓരോന്ന് പണികൾ ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്കും അങ്ങനെ പോവാട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ പണികൾ ചെയ്ത് തീരുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ചെറിയ കാര്യമാണ് കേട്ടോ. ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കാണുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ പറയണം കേട്ടോ, പറയാൻ വേണ്ടി മറക്കരുത്. അതുപോലെ പാത്രം കഴിഞ്ഞ ഉടനെ തന്നെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ സിങ്കും നല്ല ക്ലീൻ ആക്കിയിട്ട് ഇടുക കേട്ടോ. നന്നായിട്ട് കഴുകി എത്ര സമയം, അതായത് രാവിലെ, ഉച്ചക്ക്, രാത്രി ഇങ്ങനെ നമ്മൾ പാത്രം കഴുകൂലേ, ആ പാത്രം കഴുകുമ്പോൾ ഒപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ സിങ്കും ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളവിടെ എപ്പോഴും പാത്രങ്ങൾ കൊണ്ടിടുന്ന ഏരിയയും എല്ലാം നമ്മൾ കുക്കിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മളെ സിങ്ക്, കൗണ്ടർ ടോപ്പ്, നമ്മളെ ഗ്യാസ് ഏരിയ. ഈ ഭാഗം എപ്പോഴും നമ്മൾ നല്ല നീറ്റായിട്ട് ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കമൻറ്റിൽ ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോയിൽ കമൻറ്റിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, കബോർഡിൻ്റെ ഉള്ളിൽ സ്മെല്ലില്ലാണ്ടിരിക്കാൻ, പാറ്റ, കൂറ ഇവയൊക്കെ ഇല്ലാണ്ടിരിക്കാൻ എന്താ ചെയ്യാന്ന്. നമുക്ക് അതും ഇതൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറയാം. പക്ഷെ ആദ്യം എന്തുപയോഗിച്ചാലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് കബോർഡൊക്കെ ഒന്ന് എടുത്ത് ഓരോ ഏരിയ, ഓരോ റാക്കെങ്കിലും ഓരോ ഭാഗം ഓരോ ദിവസം എടുത്ത് ഇടയ്ക്കെങ്കിലും ഒന്ന് പുറത്തേക്കെടുത്ത് അതൊന്ന് നീറ്റാക്കി ആ ഇടയ്ക്കൊന്ന് തുടച്ച് വൈപ്പ് ചെയ്ത് പൊടിയൊക്കെ തട്ടി ഒന്ന് തിരിച്ച് എടുത്ത് വെക്കുക. അങ്ങനെ ഇടയ്ക്ക് മാസത്തിലൊരിക്കലെങ്കിലും ചെയ്താലില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈർപ്പൊക്കെ നിൽക്കുന്ന, തണുപ്പൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ, ഇനിയിപ്പോൾ ഏത് ഏരിയ ആണെങ്കിലും ഡോറൊക്കെ ഒന്ന് ഇടയ്ക്ക് ആ വെയിലിൻ്റെ ഒരു ഉച്ച സമയത്തൊക്കെ വെറുതെ ഒന്ന് കബോർഡിൻ്റെ ഡോറൊന്ന് തുറന്ന് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. വല്ലപ്പോഴും, എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടയ്ക്കൊന്ന് എടുത്ത് തിരിച്ച് ഒന്ന് റെഡിയാക്കി ഒന്ന് ചെക്ക് ചെയ്തൊക്കെ വെക്കുമ്പോൾ കൂറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതേ ഇതിനൊരു വഴിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ആ മരുന്ന് ഈ മരുന്ന് ഇത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാര്യം നമ്മളെ കിച്ചണാണ്, നമ്മൾ പാചകം ചെയ്യും, നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നതാണ്. അതിൽ കീടനാശിനികളും മറ്റതും ഒക്കെ ആക്കുന്നതിനേക്കാൾ പകരം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ എപ്പോഴും നമ്മളെ വീട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇപ്പം ഞാനും റഫീഖയാണ് കേട്ടോ. വാവ ഇവിടെ ഇല്ല. വാവ ബത്തേരി റമിൽത്താൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ കൂടെ അങ്ങോട്ടേക്ക് പോയതാണ് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ക്ലീനിങ് ഉണ്ടെങ്കിലും 1 മണിക്കൂർ കൂടെ ഞാൻ ആ ക്ലീനിങ്ങിന് വേണ്ടി ചിലവഴിക്കും. മാക്സിമം ഒരു 9 മണി, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച നമ്മൾ പണികളൊക്കെ തീരും കേട്ടോ. നമ്മൾ കുക്കിങ്ങിന് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മനസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. കുക്കിങ്ങിന് 1 മണിക്കൂർ, അതിനിപ്പോൾ നമുക്ക് എളുപ്പമുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. കുക്കിങ്ങിന് 1 മണിക്കൂർ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ രണ്ടും കൂടെ കുക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെക്കുക, ഇഞ്ചി വെളുത്തൊക്കെ തൊലി കളഞ്ഞ് വെക്കുക, അങ്ങനത്തെതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്ത് വെച്ചാൽ നമ്മളെ കുക്കിംഗ് ഭയങ്കര ഈസി ആക്കും കേട്ടോ, ഒന്നുകൂടി ഈസി ആക്കും. അപ്പോൾ മാക്സിമം 1 മണിക്കൂർ കുക്കിങ്ങിന് വേണ്ടിയിട്ട്, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ, അതാണ് ഞാൻ ചിലവഴിക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്ക് എന്താ പറയുക ഡെയിലി രാവിലെ ഒതുക്കി വെക്കാനും, അതുപോലെ തന്നെ ഇത്ര സമയം എനിക്ക് രാവിലെ ക്ലീൻ ചെയ്യാൻ, അതായത് തുടക്കാൻ ഇത്ര സമയം, അലക്കാൻ ഇത്ര സമയം, കുക്കിങ്ങിന് ഇത്ര സമയം എന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലില്ലേ നമ്മൾ ആ വിചാരിച്ച ആ സമയത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് ഞാനൊരു വേറൊരു വീഡിയോയിൽ ടൈം കറക്റ്റ് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കുക്കിങ്ങും ക്ലീനിങ്ങും ഞാൻ കാണിക്കാം.
അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് താഴത്തെ ഫ്ലോറ് മൊത്തം ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ, കിച്ചണും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടച്ചെടുത്താൽ നമ്മളെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതിനിടയ്ക്ക് ഞാൻ അതൊക്കെ ഒതുക്കി പെറുക്കി അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു നേരത്തെ. വാഷ് ബേസിൻ, അതുപോലെ തന്നെ ടീപ്പോയി, ടേബിള്, ഏരിയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ വീഡിയോയിലും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന, എല്ലാവരും ചെയ്യുന്ന, എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ താഴത്തെ ഫ്ലോർ മൊത്തമൊക്കെ ഒന്ന് തുടച്ചു. ഉണങ്ങിയതിന് ശേഷം മാറ്റൊക്കെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അല്ലാണ്ട് ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ഓരോരോ പണി ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാനും പറ്റില്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ പണികൾ എടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടേ നടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക, ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡ് കഴിക്കുക, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് വരുമ്പോൾ ഒരുപാട് ലെങ്തി ആവില്ലേ, അതുകൊണ്ടാണ് അതൊന്നും അതിനിടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനൊന്ന് ഉൾപ്പെടുത്താത്തേ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഉണ്ടാവും. എനിക്ക് വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ, അപ്പോൾ റഫീഖ് വീട്ടിലുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതിനായിട്ടൊക്കെ എനിക്ക് സമയം വേണം. അതിൻ്റെ ഇടയിൽ എൻ്റെ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഫ്രീ ടൈം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു രീതിയിൽ പണികൾ തീർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പണികൾ ചെയ്യാൻ താല്പര്യം, എപ്പോഴേക്കാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം വേണ്ടത്, അതിനനുസരിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്തത് ഞാൻ എഡിറ്റിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുക. പിന്നെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതിനിടയിൽ തുണികളൊക്കെ ഒന്ന് മേലെ ഒന്ന് ആറിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലഞ്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഞാനൊന്ന് വീഡിയോ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ മീൻ കറിയൊക്കെ നല്ല മീനിലിങ്ങനെ പരണ്ട് ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാട്ടോ നമുക്ക് കിട്ടുക. ടൈറ്റാക്കി എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ടൈറ്റാക്കിയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിനൊക്കെ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കമൻറ്റും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.